തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF വടകര മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ടൗൺ ഹാളിൽ ചേർന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് സിന്ദാബാദ് വിളിച്ച് അവരെ പിന്തുണച്ചവരടക്കം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ഇതിലൂടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വളരെ കൃത്യതയോടെ ഞാൻ പറയാം. കേരളത്തിൽ 1957 EMSന്റെ നേതൃത്വത്തിലുള്ള ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് 57 അധികാരത്ത് വന്ന് ഏപ്രിൽ മാസം 5-ാം തീയതി അധികാരത്ത് വന്ന് 6-ാമത്തെ ദിവസം കേരളത്തിൽ കുടിയിറക്ക് തടഞ്ഞത്. അതൊരു സാമൂഹ്യ മാറ്റത്തിന് വലിയ നിലയിൽ വഴിയൊരുക്കിയിട്ടുള്ള ഒരു ചുവടുവെപ്പായിരുന്നു. അതിമഹത്തായ ഒരു ചരിത്ര ദൗത്യമായിരുന്നു. അതിനുശേഷം കുടിയിറക്കുന്ന വാക്ക് നമ്മളങ്ങനെ കേട്ടിട്ടില്ല. എന്നാൽ ഇതാ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ, കേരളത്തിൽ അനിവാര്യമായൊരു കുടിയിറക്ക് വരാൻ പോകുന്നു. അത് മറ്റൊന്നുമല്ല, എല്ലാ നിലയിലും ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി സർക്കാർ സ്വീകരിക്കുന്ന, സംസ്ഥാന ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളോടും നടപടികളോടും പുറംതിരിഞ്ഞു നിൽക്കുകയും അതിനെ ത്വരങ്കം വെക്കാൻ പാടുപെടുകയും ചെയ്യുന്ന പ്രതിപക്ഷം കേരളത്തിൻ്റെ സർവതോന്മുഖമായ വികസന മുന്നേറ്റത്തിന്, വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന ബൃഹത്തായ പദ്ധതികൾ. അത് വിഴിഞ്ഞമുണ്ട്, വാട്ടർ മെട്രോ ഉണ്ട്, മലയോര ഹൈവേ ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, തീരദേശ ഹൈവേ ഉണ്ട്, വിമാനത്താവള വികസനമുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ ഭാവിയെ കണ്ട് ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളെയും തരംഗം വെക്കുന്നു. കേരളത്തിൻ്റെ അതിമഹത്തായ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തുരങ്കം വെക്കാൻ മതരാഷ്ട്രവാദികളുമായി ചേർന്നിട്ട് നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നാടിൻ്റെയും ജനങ്ങളുടെയും ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഈ പ്രതിപക്ഷത്തെ കേരളത്തിലെ 3,34,00,000 വരുന്ന ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അവരാട്ടിയിറക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും, കുടിയിറക്കായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നത് അതിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ഒരു ചരിത്രപരമായ അനിവാര്യമായ ഒരു കുടിയിറക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് UDFനെ കുടിയിറക്കുന്ന ഒരു ചരിത്ര ദൗത്യം ഇവിടെ നടക്കാൻ പോവുകയാണ്. ജനങ്ങൾ ജീവിതാനുഭവത്തിലാണ് എല്ലാം തിരിച്ചറിയുന്നത്. പത്രങ്ങൾ എന്ത് പറയുന്നു, എന്ത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല. 2021 തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതല്ലേ ഏതെല്ലാം വിധത്തിലുള്ള മ്ലേച്ഛമായ പ്രചാരവേലകളും കടന്നാക്രമണങ്ങളുമാണ് മാധ്യമങ്ങളും ലീഗ്, കോൺഗ്രസ്, BJPയും എല്ലാം ചേർന്നിട്ട് ഇടതുപക്ഷത്തിനെതിരായി നടത്തിയത്. അതെല്ലാം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിരുന്നുവെങ്കിൽ, മുഖവിലക്കെടുത്തിരുന്നുവെങ്കിൽ ഇടതുപക്ഷം എടുക്കാനും തൊടാനും ഉണ്ടാകുമായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ. പണ്ടത്തതിനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. RK സുരേഷ് ബാബു അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ഭാസ്കരൻ, മനേത്ത് ചന്ദ്രൻ, രജീന്ദ്രൻ കപ്പള്ളി, TP ഗോപാലൻ, PK സതീശൻ, O. രാജൻ, TNK ശശീന്ദ്രൻ, V. ഗോപാലൻ, കൊയിലോത്ത് ബാബു, KK കൃഷ്ണൻ, ലതിക ശ്രീനിവാസൻ, C. കുമാരൻ, TV ബാലകൃഷ്ണൻ, CK കരീം, PP രഞ്ജിനി, തങ്കമണി, ലിസി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. PK ശശി സ്വാഗതം പറഞ്ഞു. Sometimes nature motivates me. Even more when I feel like a celebrity. But the real motivation is here. White Ray Lights and Interior. www.whiteraylights.com. Vadakara, Karimbalapallam.